ഗൗതം വാസുദേവനും മമ്മൂട്ടിയും ഒരുമിക്കുന്ന പുതിയ ചിത്രം 23-ാം തീയതി റിലീസ് ചെയ്യാണ്. പേര് ഡൊമിനിക്. എന്താണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇരുപത്തിമൂന്നാം തീയതി വ്യാഴാഴ്ച മമ്മൂട്ടിയുടെ പുതിയ സിനിമ വരുന്നു, ഡൊമിനിക്. സംവിധാനം ഗൗതം വാസുദേവ് മേനോൻ. മലയാളിയാണ്, തമിഴിലെ പ്രശസ്തനായ നടനാണ്, സംവിധായകനാണ്, നിർമ്മാതാവാണ്. ഗൗതം മേനോൻ മലയാള സിനിമ സംവിധാനം ചെയ്യുന്നത് ആദ്യമാണ്. അതിനു മുൻപ് മമ്മൂട്ടിയോടൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ വന്നു. ബസൂക്കയിൽ അഭിനയിക്കാൻ വരുമ്പോഴും ഈ ഡൊമിനിക്കിൻ്റെ കഥ ഗൗതമിൻ്റെ കയ്യിലുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് ഈ റോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് കഥ പറയാനാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷെ ആ ലൊക്കേഷനിൽ മറ്റൊരു സിനിമയുടെ കഥ പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആവും എന്ന് ഗൗതം വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു വരും. ഷൂട്ടിംഗ് കഴിഞ്ഞു. ഒരു ദിവസം മമ്മൂട്ടിയോട് പറയുന്നു, ഒരു കഥ പറയാനുണ്ട്, അതൊന്ന് കേൾക്കാൻ എപ്പോൾ പറ്റും. മമ്മൂട്ടി സമയം തീരുമാനിക്കുന്നു. മമ്മൂട്ടി വീട്ടിലേക്ക് ഗൗതം മേനോൻ ചെല്ലുന്നു. അവിടെ വെച്ച് കഥ പറയുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് എവിടെയോ ഒരു സ്പാർക്ക്. പെട്ടെന്ന് ഇങ്ങനെ സമ്മതിക്കുന്നത് ശരിയല്ലല്ലോ. പെട്ടെന്ന് സമ്മതിച്ചാൽ അതങ്ങനെ ഉണ്ട് ചില കാര്യങ്ങൾ. മമ്മൂട്ടി പറയുന്നു, കൊള്ളാം, ഞാൻ പറയാം, എപ്പോൾ ചെയ്യണമെന്ന് പറയാം എന്ന് പറഞ്ഞു വിടുന്നു. അന്ന് രാത്രി തന്നെ മമ്മൂട്ടി ഗൗതമിനെ വിളിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഈ സിനിമ ചെയ്യാമെന്ന് പറയുന്നു. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഈ സിനിമ തുടങ്ങാനുള്ള എല്ലാവിധ സജ്ജീകരണവും റെഡിയാകുന്നു. ആർട്ടിസ്റ്റ് ശരിയാവുന്നു. അപ്പോൾ നിർമ്മാതാവ് മമ്മൂട്ടി കമ്പനി നിർമ്മാതാവുമ്പോൾ വിതരണം ആരായിരിക്കും? ദുൽഖറിൻ്റെ കമ്പനി. അതായത് കുളത്തിൽ നിന്ന് വലയിലേക്ക് ചാടിയാലും വലയിൽ നിന്ന് കുളത്തിൽ ചാടിയാലും നഷ്ടമാർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഒരേ വീട്ടിൽ തന്നെ അച്ഛൻ നിർമ്മാതാവും മകൻ വിതരണക്കാരുമായി ഈ കമ്പനി സിനിമയുടെ ഷൂട്ടിംഗ് ദ്രുതഗതിയിൽ തുടങ്ങുകയാണെന്ന് ആലോചിക്കണം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? വാസുദേവ മേനോൻ ഗൗതം ഇങ്ങനെ പടം ചെയ്യുമ്പോൾ, തമിഴിലെ സിനിമയെ അപേക്ഷിച്ച് ചെയ്യുമ്പോൾ, മലയാളത്തിൽ ചെയ്യുമ്പോൾ അത് മമ്മൂട്ടിയാണ് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനി ചെയ്ത ഓരോ സിനിമ എടുത്ത് പരിശോധിച്ചാലും അത് വ്യത്യസ്തങ്ങളായിരിക്കും. സംതിങ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ശരി പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് ഈ മമ്മൂട്ടി കമ്പനി തന്നെയാണ്. പലരും ഒരേപോലെ അല്ല, പല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഏകദേശം ഒരേ രീതി തന്നെയാണ് വന്നു ഭവിക്കാറ് പതിവ്. അപ്പം അതുകൊണ്ട് തന്നെ ഡൊമിനിക് ഒരു സിനിമയല്ല, ഡൊമിനിക് ഒരു സിനിമ പരമ്പര തന്നെയായിരിക്കണം എന്ന് ഒരു ആഗ്രഹം മമ്മൂട്ടിക്കുണ്ടായി. മമ്മൂട്ടി ആ ആഗ്രഹം ഗൗതം മേനോനോട് തുറന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ആക്ഷൻ ഉണ്ടോ? ആക്ഷനുണ്ട്. ഇത് എന്തിൻ്റെ പകരമാണ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കഥ കേട്ടവർ പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. മമ്മൂട്ടി ഇതുവരെ ചെയ്ത CBI ഡയറി കുറിപ്പിൻ്റെ പരമ്പരയുണ്ടെന്ന് ആലോചിക്കണം. ആ പരമ്പര അവസാന ഘട്ടത്തിൽ ഇതിലെ പാളിച്ചകൾ പറ്റിയതുകൊണ്ട് മമ്മൂട്ടി തുടർന്നുണ്ടാകുന്ന അതിന് മറ്റൊരു ഭാഗത്തിന് ഒരു പച്ച വെളിച്ചം കാണിച്ചിട്ടില്ല, പച്ചക്കൊടി കാണിച്ചിട്ടില്ല എന്നാലോചിക്കണം. പക്ഷെ ഈ കഥ, ഡൊമിനിക്കിൻ്റെ കഥ കേട്ടപ്പോൾ CBIക്ക് ബദലായിക്കൊണ്ട് ഇതൊരു പരമ്പര, ക്രൈം പരമ്പര മൂഡിലുള്ള സിനിമയാക്കി മാറ്റാൻ കഴിയും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായി. അപ്പം നമ്മൾ ചോദിക്കുന്നത്, ഇവിടെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകനാണ് ഇത്തവണ മമ്മൂട്ടിയോടൊപ്പം ഉള്ളതെന്നല്ലെങ്കിൽ ഗോകുൽ സുരേഷ് ഗോപിയോടൊപ്പം തന്നെ ചാട്ടക്കാരാണെങ്കിലും ആക്ഷൻ രംഗങ്ങളൊക്കെ മനോഹരമായിട്ട് ചെയ്യുന്നതാണത്. സുരേഷ് ഗോപി ഇച്ചിരി വായാടിത്തരം കൂടുതലുണ്ട്. പക്ഷെ ചെയ്യുന്ന റോളുകൾ, അഭിനയിച്ച സിനിമകൾ വലിയ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ചെറുപ്പക്കാരാണ് മമ്മൂട്ടിയോടൊപ്പം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് പരമ്പരയായിട്ട് വരുമ്പോഴും ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റു ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, ഇത്തരം ഒരു സിനിമ ഒരു മാസം കൊണ്ട് പെട്ടെന്നുണ്ടാക്കി തീർത്തു എന്ന് പറയുമ്പോൾ അപ്പം പെട്ടെന്നും
സിനിമ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? മമ്മൂട്ടിയുടെ സിനിമ മമ്മൂട്ടി കമ്പനി ആകുമ്പോഴും വളരെ കണക്ക് കൂട്ടിക്കൊണ്ട് സിനിമ എങ്ങനെയായിരിക്കണം, കോസ്റ്റ് എത്രയായിരിക്കണം, വിറ്റ് വരവ് എന്തായിരിക്കണം, എവിടെയൊക്കെ പ്രദർശിപ്പിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇത് CBI പരമ്പരയുടെ തുടർച്ചയാണ് എന്ന് പറയുന്നവരുണ്ട്. അവരോട് നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ചില സ്റ്റിൽസ് എല്ലാം, ഈ ഡൊമിനിക്കിൻ്റെ സ്റ്റിൽസിൽ മമ്മൂട്ടിയുടെ നടപ്പുണ്ട്. ഒരു നടപ്പ്, ആ നടപ്പ് എന്ന് പറഞ്ഞാൽ CBIയിലെ മാരാര് നടക്കുന്ന പോലെയാണ്. ശരിക്കും കുറച്ച് വ്യത്യാസം എന്നുള്ളത്, നമ്മൾ ചില ഒരു കൈ പുറകെ കെട്ടിയാണ് മറ്റു നടന്നെങ്കിൽ ഇതിൻ്റെ നടത്തുന്നത് കുറച്ചൊരു വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമില്ല. നമ്മളൊക്കെ ചില അരയിഞ്ച് വ്യത്യാസം, 1 ഇഞ്ച് വ്യത്യാസം പോലെ നടത്തത്തിൻ്റെ സ്റ്റൈലിനൊരു വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് CBIയുടെ ബദൽ സംവിധാനത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമയുടെ പരമ്പരയായിരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. നടക്കട്ടെ, കാരണം അത് വിജയിക്കേണ്ട ആവശ്യമാണ്. പുതിയ എഴുത്തുകാരാണെന്ന് ആലോചിക്കണം. ആ പുതിയ എഴുത്തുകാർ വരുമ്പോൾ അവർ ഐഡിയാസ് കുറേ ഉണ്ട്. പിന്നെ ഇത്തരം സിനിമകൾ വരുമ്പോൾ മമ്മൂട്ടിക്കും പറയാം, മമ്മൂട്ടി കമ്പനി എടുക്കുന്ന ഓരോ സിനിമയും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ആ സിനിമ 23-ാം തീയതി വരാൻ പോവുകയാണ്. കാണണം, ചർച്ച ചെയ്യണം. കാരണം നമുക്ക് വെറുതെയല്ല ഒരു സിനിമ കൂടെ അപാരമായിട്ട് മമ്മൂട്ടി സിനിമയാണ് അതുകൊണ്ട് മഹാസംഭവമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. മോഹൻലാലിൻ്റെ സിനിമയാണ് മഹാസംഭവമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ മഹാസംഭവമാണെന്ന് പറഞ്ഞ പല സിനിമകളും പൊട്ടി, അത് 7 നെല്ല് പൊട്ടുക 8 നെല്ല് പൊട്ടുക എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പൊട്ടി പാളീസായിട്ടുണ്ട്. മുൻവിധി വേണ്ട എന്ന് പറയാൻ കാരണം മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ മുൻവിധിയോടെ സമീപിക്കേണ്ടതല്ല എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഫാൻസുകാർക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കുമോ എന്ന്. തീർച്ചയായിട്ടും മമ്മൂട്ടി ഒരു കാരണവശാലും ഫാൻസിനെ വിഷമിപ്പിക്കുന്ന പടം ഇനി ചെയ്യില്ല. 2 കാര്യമുണ്ട്. മമ്മൂട്ടിയേക്കാൾ ഫാൻസ് പറഞ്ഞാൽ മമ്മൂട്ടി ദേഷ്യം വന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. മമ്മൂട്ടിയേക്കാൾ ഫാൻസ് മോനുണ്ട്, ദുൽഖർ സൽമാനുണ്ട്. അപ്പോൾ ദുൽഖർ സൽമാൻ്റെ ഫാൻസും മമ്മൂട്ടിയുടെ ഫാൻസും കൂടിച്ചേരുമ്പോൾ അത് ഫാൻസിൻ്റെ എണ്ണം വളരെ കൂടും. അപ്പം അങ്ങനെ വരുമ്പോൾ അവരെ നിരാശപ്പെടുത്താൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, അതായത് പ്രേക്ഷകരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് മമ്മൂട്ടി കളിക്കുമ്പോൾ ഫാൻസിൻ്റെ മനസ്സ് അറിഞ്ഞിട്ട് തന്നെയാണ് ദുൽഖർ സൽമാൻ അടക്കം കളിക്കുന്ന ആലോചിക്കണം. അച്ഛനും മകനും ഒരുമിച്ച് ഈ ഡൊമിനിക്കിനെ നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണെന്ന് ആലോചിക്കണം. നല്ലതെങ്കിൽ നല്ലത് തന്നെയാണ്. നല്ല സിനിമയായാലും നിങ്ങൾ കരിവാരി തേക്കാൻ ശ്രമിക്കരുത്. കാണുക, ആസ്വദിക്കുക. വിമർശനം ആവശ്യമാണെങ്കിൽ മാത്രം വിമർശിക്കുക.